രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വർഷവും നല്ല ഭംഗിയായി തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ കോൺഗ്രസും UDF ഒക്കെ പ്രതിപക്ഷം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയകരമായി തന്നെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. റാലിയോടുകൂടി വൈകിട്ട് പുത്തിരിക്കണ്ടം മൈതാനത്താണ് സമാപനം. പൊതുസമ്മേളനത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗവും ഇന്ന് ചേരും. സംസ്ഥാനത്തിന്റെ ജനക്ഷേമ വികസന ചരിത്രത്തിന്റെ മുന്നേറ്റത്തിന്റെ പുതിയ അധ്യായം തുറന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളാണ് ഇന്ന് സമാപിക്കുന്നത്. ഇത് ബെഡ്ഷീറ്റാണ് നെയ്യുന്നത്. അപ്പോൾ ഇതിൽ നല്ല സ്പീഡിൽ നെയ്യുകയാണെങ്കിൽ, നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ 2 നെയ്യാം. അല്ലാതെ സാധാരണ ഞാൻ നെയ്യുന്നതെന്ന് വെച്ചാൽ സാരിയാണ്. ഇത് കൈത്തറി സാരി. അത് ഇതുപോലത്തെ തറയല്ല, തറയിൽ കുഴി കുത്തിയിട്ട് അതിലോട്ട് ഉണ്ടാക്കിയിട്ടുള്ള തറയിലാണ്. പരമ്പരാഗത രീതിയിൽ കയറ് പിരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ തൊണ്ടിനെ നമ്മൾ അഴുക്കാനിട്ട് 6 മാസം വെള്ളത്തിലിട്ട് അഴുക്കി അതിനെടുത്തിട്ട് പോള ഉരിച്ചിട്ട് സ്ത്രീകൾ തന്നെ ഒരു തടി കൊണ്ട് അതിനെ തല്ലി ചകിരി നാരാക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പച്ചത്തൊണ്ട് ഡയറക്റ്റായിട്ട് ചകിരി നാരാക്കാനുള്ള മെഷീൻസ് ഉണ്ട്. ഞങ്ങൾക്ക് 3 മെത്തേഡുണ്ട്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, 2 മെക്കനൈസ്ഡ് ഉണ്ട്, പിന്നെ അല്ലാതെ ഇലക്ട്രോണിക് സ്ക്രാട്ട് വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഇതാണ്, ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനാണ്. ഇതാണെങ്കിൽ നമുക്കൊരു 40 മുതൽ 50 കിലോ, ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 50 കിലോ വരെ നമുക്ക് കയർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആദ്യമായിട്ട് വന്നതാണ്. 1 വർഷം വരെയായി ഞങ്ങളിപ്പോൾ ഉൽപ്പാദിപ്പിച്ചു. അത് എത്ര നാൾ ഇരിക്കും എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇതൊരു പ്രദർശന വസ്തുവാക്കി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച പരിപാടികളാണ് 13 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ അവലോകന യോഗവും ചേരുന്നതായിരിക്കും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പൗരപ്രമുഖരുടെ യോഗം ചേരുക. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട 500 പേരാകും പരിപാടിയിൽ പങ്കെടുക്കുക. തുടർന്ന് വൈകിട്ട് റാലിയോടുകൂടി പുത്തിരിക്കണ്ടം മൈതാനത്ത് സമാപനം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി, പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് വെറും ഒരു സീറ്റിലല്ല, ഒരു മസാജിങ് സീറ്റിലാണ്. ഇതും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേറെ എന്താണ് വേണ്ടത് ഒരു വെക്കേഷന് പോകുന്ന സമയത്ത്?
നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ കാരവാൻ ടൂറിസം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശനമേളയും ഇന്ന് സമാപിക്കും. പ്രകടന പത്രികയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി നടപ്പാക്കാൻ ബാക്കിയുള്ളത്. പ്രകടന പത്രികയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും നടപ്പാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് തിരുവനന്തപുരത്ത് സർക്കാരിന്റെ വാർഷികാഘോഷ സമാപന ചടങ്ങിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. കേരള ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ പലർക്കും ഒരു എക്സൈറ്റ്മെന്റ് കാണുമായിരിക്കും. എനിക്കും അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണുള്ളത്. ഇവിടെ കേരള ഫയർഫോഴ്സിന്റെ ഒരു സ്റ്റോൾ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ കയറുകളുടെ കെട്ട് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഒരു എക്സ്പോ ആണ്. നമ്മുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളൊരു അപകടം വന്നാൽ അല്ലെങ്കിൽ ദുരന്തം വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളിലുള്ള ഉപകരണങ്ങൾ വെച്ച് എത്രയും വേഗം ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് ഫയർഫോഴ്സുകാരാണ്. ഇപ്പോൾ ഡിസാസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓടിയെത്തി അവിടെ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദുരന്തമുഖത്തിൽ, അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി, അവിടെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിടത്ത് കുടുങ്ങിയ ഒരു ആൾക്കാരെ ഇപ്പുറത്ത് എത്തിക്കുന്നതിനും കുടുങ്ങിയ ആൾക്കാർക്ക് മരുന്ന്, ഭക്ഷണം, വസ്ത്രം ഇത് എത്തിക്കുന്നതിനുള്ള വിവിധതരം പാലങ്ങൾ. അതിലൊന്നാണ് നമ്മൾ കമാൻഡോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കമാൻഡോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂവേഴ്സ്, കമാൻഡേഴ്സിന് എത്രയും വേഗം കുടുങ്ങി കിടക്കുന്നവർക്ക് എത്തുന്നതിനും അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡിനുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ മരുന്ന്, ഭക്ഷണം ഇത് എത്തിക്കുകയും അവർക്കൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും നമ്മൾ നിങ്ങളെ രക്ഷിക്കാനായിട്ടുണ്ട് എന്ന് പറയും. അവിടുന്ന് അതിൻ്റെ ഫുൾ ഡാറ്റ എടുത്തുകൊണ്ട് അവർ ഇവാക്യുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മൾ ബർമ ബ്രിഡ്ജ് കിട്ടുന്നത്. ബർമ കമാൻഡോ ബ്രിഡ്ജ് അത് അങ്ങ് താഴെ കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അത് കമാൻഡേഴ്സിന് മാത്രം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ ട്രെയിൻഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റൂ. അത് കയറി അതിൽ കയറിയിട്ട് നമ്മൾ എത്രയും വേഗം നടത്തി ആദ്യം ആരാണോ ട്രാപ്പിലായി കിടക്കുന്നത് അവർക്ക് ആദ്യം ഒരു കോൺഫറൻസ് കൊടുക്കുകയാണ് പ്രധാനം. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഈ കരയിൽ നിന്ന് ഒരാളെ, ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഇവിടെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇറക്കും. ഇവിടെ ഇറക്കി ആ കുട്ടിയെ നമ്മൾ മാറ്റി ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുകയും അടുത്ത റെസ്ക്യൂറിന് അടുത്ത ഭാഗത്തോട്ട് പോകാനും പറ്റും. പ്രകടന പത്രികയിൽ ഉള്ളത് മാത്രമല്ല, പുതിയ പ്രശ്നങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. ജനങ്ങൾക്ക് ഭരണത്തിന്റെ സ്വാദ് ശരിക്കും അനുഭവപ്പെടണമെങ്കിൽ തീരുമാനങ്ങൾ വേഗത്തിലാക്കണം, കാലതാമസം വരരുത്. കേരളം തകരണമെന്ന് ആഗ്രഹിച്ചവർ നിരാശപ്പെടുന്ന വളർച്ചയാണ് നേടാനായത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.